ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിമ്മി അനിൽ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു റോയൽ ഫലൂഡയുടെ റെസിപ്പിയുമായിട്ടാണ്. ഇത് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഫലൂഡയൊക്കെ. അതും പ്രത്യേകിച്ച് ചൂട് സമയത്തൊക്കെ കഴിക്കാൻ അടിപൊളി ഒരു ഡെസേർട്ടാണ്. ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് അതിൻ്റെ വീഡിയോയിലോട്ട് പോയാലോ. ഈ ഫലൂഡ റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ കുറച്ച് ജെല്ലി പ്രിപ്പയർ ചെയ്യാനുണ്ട്. അതിനായിട്ട് ഇതുപോലെ 2 ഫ്ലേവറിൽ ഞാൻ 2 പാക്കറ്റ് ജെല്ലി മേടിച്ചിട്ടുണ്ട്. ഒന്ന് മിക്സഡ് ഫ്രൂട്ട് ജെല്ലിയും അതുപോലെ തന്നെ ഓറഞ്ചും. ഇത് പല ഫ്ലേവറുകളിൽ നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്നതാണ്. ഒരു പാത്രത്തിൽ 1 ഗ്ലാസ് വെള്ളം എടുക്കുക. അതിലേക്ക് 1 പാക്കറ്റ് ജെല്ലി ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം ഏത് പാത്രത്തിലാണോ നമ്മൾ സെറ്റാക്കുന്നത് ആ പാത്രത്തിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3 to 4 hours വെച്ച് കഴിയുമ്പോൾ നമുക്കത് നല്ലതായിട്ട് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ റോയൽ ഫലൂഡയൊക്കെ ഉണ്ടാക്കണമെന്ന് നമ്മൾ വിചാരിക്കുമ്പം തന്നെ ഈ ജെല്ലി ആദ്യമേ പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം. അതുപോലെ തന്നെ ഓറഞ്ചിൻ്റെ ഫ്ലേവറും സെയിം പ്രോസസ്സ് തന്നെ നമുക്ക് ചെയ്യാം. ഈ ഓറഞ്ചിൻ്റെ ഫ്ലേവറിന് ശരിക്കും നമുക്കൊരു ടാങ്കിൻ്റെ ടേസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഇനി അടുത്തത് ചെയ്യേണ്ടത് സേമിയാണ്. ഞാനിവിടെ സേമിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിത് കടയിൽ നിന്ന് ഫലൂഡയുടെ സേമിയാന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടുന്നതാണ്, ഫലൂഡ സേവയൊക്കെ. ഞാനിവിടെ നമ്മുടെ സാധാരണ സേമിയ എടുത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് വറുത്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ കണ്ട അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ച് കഴിയുമ്പം ഒരു സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി, ഒത്തിരി ലൂസാക്കണ്ട. അത് നല്ല സോഫ്റ്റായിട്ട് വരും. സോഫ്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടണം. ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കിന് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കണം. അപ്പോഴാണ് അതിനൊരു മധുരം നമുക്ക് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ അതിനൊരു ടേസ്റ്റ് കാണത്തില്ല. അതിനുവേണ്ടിയാണ് സ്വല്പം ഷുഗർ ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ആദ്യമേ ഇതെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കണം, എന്നിട്ട് വേണം നമ്മൾ ഫലൂഡ പ്രിപ്പയർ ചെയ്യാനായിട്ട് കേട്ടോ. അതിനുശേഷം സബ്ജ സീഡാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ലതായിട്ട് ഇതുപോലെ വീർത്ത് വരുന്നതാണ്. ഇപ്പോൾ ഒരു 4 മണിക്കൂർ കഴിഞ്ഞു. നമ്മുടെ ജെല്ലിയെല്ലാം ഇതുപോലെ സെറ്റായിട്ടുണ്ട്. ഇനി അതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാണാൻ തന്നെ നല്ല അടിപൊളി കളറല്ലേ. കണ്ടോ, നമുക്കിങ്ങനെ പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇതിങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. പിള്ളേർക്കൊക്കെ ജെല്ലി വേണമെന്ന് പറയുകയാണെങ്കിൽ ഇതുപോലെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഇതും കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തു വെച്ചു. ഇനിയും ഫലൂഡയ്ക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഫ്രൂട്ട്സുകളാണ്. അനാറുണ്ട്, അതുപോലെ തന്നെ മാംഗോ, ആപ്പിൾ, പിന്നെ കുറച്ച് കാഷ്യൂ, റേസിൻസ്, മിൽക്ക്, പിന്നെ നമുക്ക് ആവശ്യമുള്ള ഫ്രൂട്ട്സുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ മാംഗോയും ആപ്പിളും മാത്രമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്തു വയ്ക്കുക. അതിനുശേഷം നമുക്കിനിയും ഏത് ഗ്ലാസ്സിലാണോ ഫലൂഡ റെഡിയാക്കാൻ പോകുന്നത് ആ ഗ്ലാസ്സിലേക്ക് നമുക്കൊന്നൊരു ഡെക്കറേഷന് വേണ്ടി കുറച്ച് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഈ സിറപ്പ് ഞാൻ കടയിൽ നിന്ന് മേടിച്ചാണ് കേട്ടോ. അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഗ്ലാസ് ഒന്ന് കറക്കി കൊടുത്തു കഴിയുമ്പോൾ അതിങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇതുപോലെ ഒന്ന് ഒലിച്ചു വരാം. ജസ്റ്റ് ഒരു ഡെക്കറേഷന് വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. അതിനുശേഷം ഇതൊരു 10 മിനിറ്റ് നമ്മുടെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒന്ന് സെറ്റായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫലൂഡ ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഫസ്റ്റ് ലെയറായിട്ട് ഞാൻ കുറച്ച് റോസ് സിറപ്പാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതിന് മുകളിലേക്ക് ഇതുപോലെ കുറച്ച് സബ്ജ സീഡ് ഇട്ട് കൊടുക്കുക.
പിന്നെ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ സേമിയാണ്. ഫലൂഡയുടെ സേമിയ ഉണ്ടെങ്കിലാണ് അതിനൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ സേമിയ ചേർത്ത് കൊടുക്കുക. പിന്നെ സ്വല്പം ഫ്രൂട്ട്സുകൾ, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്രൂട്ട്സുകളൊക്കെ ചേർക്കുക കേട്ടോ. പഴം വേണമെങ്കിൽ നമുക്ക് ചേർക്കാവുന്നതാണ്. ആദ്യം ഒരു ലെയർ പോലെയാണ് ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം ഇനിയും നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ജെല്ലി കണ്ടേ, ഇപ്പോൾ ഓരോ ലെയറായിട്ടാണ് നമ്മളിത് ചെയ്ത് വരുന്നത്. അതിനുശേഷം പിന്നെയും നമ്മൾ കുറച്ച് സബ്ജ സീഡ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിൽ സേമിയയുടെ ലെയർ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ നമ്മുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഓരോരുത്തരുടെ ഓരോ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ കുറച്ച് കാഷ്യൂ, അതുപോലെ തന്നെ റേസിൻസ്, പിന്നെ കുറച്ച് പിസ്ത. അതിനുശേഷം ചേർക്കുന്നത് തണുത്ത പാലാണ് കേട്ടോ. ഞാൻ തിളപ്പിച്ച് ആറ്റിയതിന് ശേഷം ഫ്രിഡ്ജിൽ തണുപ്പിച്ചെടുത്ത പാലാണ്, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെയും കുറച്ച് ജെല്ലി ഇതുപോലെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതിനുശേഷം കുറച്ച് ഫ്രൂട്ട്സ്, ഞാൻ മാംഗോ ആണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. പിന്നെ അതിനുശേഷം അനാർ കുറച്ച് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതിന് മുകളിൽ സ്വല്പം സേമിയയും അതുപോലെ തന്നെ കുറച്ച് പാലും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പ്രോസസ്സാണ് ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ചേർത്ത് കൊടുക്കാം. വാനില ചേർക്കാം, അതുപോലെ തന്നെ പിസ്ത ഫ്ലേവർ, സ്ട്രോബെറി ഫ്ലേവർ, മാംഗോ ഫ്ലേവർ, ഏത് വേണമെങ്കിലും നമുക്ക് ചേർക്കാവുന്നതാണ്. ഫലൂഡയിൽ നമുക്ക് ഒഴിവാക്കാനാവാത്ത ഒന്നാണ് ഈ ഐസ്ക്രീം എന്ന് പറയുന്നത്. ഈ ഐസ്ക്രീം കൂടെ ഇട്ട് കഴിയുമ്പോഴാണ് നല്ല പെർഫെക്റ്റ് റോയൽ ഫലൂഡ നമുക്ക് റെഡി ആയിട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ ആരെങ്കിലും പുതിയതായിട്ട് ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടെ പ്രസ് ചെയ്യണേ. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. ഈ ഫലൂഡ നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ജെല്ലി തയ്യാറാക്കുന്ന ഒരു സമയത്തിൻ്റെ ആവശ്യം മാത്രമേ നമുക്കുള്ളൂ. ബാക്കിയെല്ലാം നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. പിള്ളേർ മുതൽ അതുപോലെ തന്നെ വലിയവർക്ക് വരെ കഴിക്കാവുന്ന ഒരു ഡെസേർട്ടാണ്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മളിത് പുറത്തുനിന്ന് മേടിക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ വീട്ടിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തയ്യാറാക്കാവുന്നതാണ്. ഇത് കഴിച്ചു നോക്കിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോകളുമായിട്ട് വരുന്നത് വരേക്കും താങ്ക് യു, ബൈ.